എന്തോരം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നല്ലേ, എന്തോരം ഓർമ്മകൾ. ഇതുവഴി സ്ഥിരം യാത്ര ചെയ്തവർക്ക് എന്തോരം ഓർമ്മകളുള്ള സ്ഥലമാണ്. ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഇതുപോലെ കാണുന്നത് കുതിരാൻ തുരങ്കമാണ്. അതിൽ ഒരു തുരങ്കത്തിൽ എന്തോ പണി നടക്കുന്നുണ്ട്, മെയിൻ്റെനൻസ് ആയിട്ട്. അപ്പോൾ ഒരു തുരങ്കത്തിൽ കൂടെയാണ് രണ്ട് സൈഡിലുള്ള വാഹനം കടത്തി വിടുന്നത്. ഇന്നത്തെ നമ്മളെ വീഡിയോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുതിരാൻ തുരങ്കം വരുന്നതിന് മുമ്പ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്ന റോഡാണ്. ഇന്നിത് വിജനമായി കിടക്കുകയാണ്. ഈ കുതിരാൻ മല, ഈ കുതിരാൻ ചുരം റോഡ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ആ പഴയ റോഡിലെ കാഴ്ചകളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. വിജനമായി വാഹനങ്ങൾ ഓടാതെ നടക്കുന്ന പഴയ റോഡാണ്. പഴയ റോഡെന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ആക്റ്റീവായി വരുന്ന റോഡാണ്. ഇപ്പോൾ ഒരു വാഹനം പോലും കടന്നു പോകുന്നില്ല. കടന്നു പോകേണ്ട ആവശ്യമില്ല. ഇവിടെ താമസിക്കുന്നവർ മാത്രം പോയാൽ മതിയല്ലോ. അതുകൊണ്ട് ഇതേപോലെ എന്തെങ്കിലും ആവശ്യമുള്ളവർ മാത്രം പോയാൽ മതി. ഒരുപാട് പേർക്ക് പല ഓർമ്മകളുള്ള റോഡാണ്. പാലക്കാട് കൊച്ചി റോഡിൽ യാത്ര ചെയ്യുന്നവർ ചിലവരെങ്കിലും പേടി സ്വപ്നമാണ്. ചില സമയങ്ങളിൽ വണ്ടി ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആവുന്ന സമയങ്ങൾക്ക് മണിക്കൂറുകളോളം ബ്ലോക്കായി കിടന്ന ചരിത്രമുണ്ട് ഈ റോഡിന്. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉള്ളവർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇവിടെ കണ്ട് അത്രയും വീതിയുണ്ട് കേട്ടോ. ഈ റോഡ് ഇപ്പം വണ്ടികൾ ഓടാതിരുന്നിട്ട് കുറച്ച് വർഷങ്ങളായതേ ഉള്ളൂ. കാരണം പുതിയ തുരങ്കം വന്നിട്ട് കുറച്ച് വർഷമായതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുവഴി ഇവിടെ താമസിക്കുന്നവരൊക്കെ മാത്രമേ പോകുന്നുള്ളൂ. ഇനി അങ്ങോട്ട് നമ്മൾ ചുരം കയറാൻ പോവുകയാണ് കേട്ടോ. അവിടെ ചെറിയ പാലങ്ങളൊക്കെ ആയിരുന്നു. ഇതുവഴിയാണ് പാലക്കാട് കൊച്ചി പോകുന്ന ആ വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും ആകെ ഓടിക്കൊണ്ടിരുന്നത് ഈ റോഡിൽ കൂടെയാണ്. ഇപ്പോൾ വിജനമായി കിടക്കുകയാണ്. ഇപ്പം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ലല്ലേ. പണ്ട് എന്ത് തിരക്കുള്ള റോഡായിരുന്നില്ലേ, എന്ത് പ്രാധാന്യമുള്ള റോഡാണ്. അതാണ് ചില കാര്യങ്ങൾ നമ്മൾ നടപ്പാക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഒരുപാട് റോഡ് സൈഡിൽ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. കാരണം അത്രത്തോളം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്ന ഒരു റോഡാണ് ഇന്ന് വിജനമായി കിടക്കുന്ന റോഡായി മാറി. ഞാൻ പറഞ്ഞു കേട്ടോ, അവിടെയൊക്കെ ഹോട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൂട്ടിക്കെട്ടി. ആനകളൊക്കെ ഉണ്ടെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് വികസനങ്ങൾ എന്ന് പറയുന്നത്. എത്ര വർഷം കൊണ്ടാണെന്നറിയോ കുതിരാൻ തുരങ്കം പൂർത്തിയായത് അല്ലേ. അത് പൂർത്തിയായപ്പം ഇതുവഴിയുള്ള യാത്രയ്ക്ക് കിട്ടിയ ആശ്വാസം ചെറുതല്ല, വലിയ ആശ്വാസമാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇതുവഴിയുള്ള യാത്രക്കാർക്ക് കിട്ടിയ ആശ്വാസം എന്ന് പറയുന്നത് ചെറിയ ആശ്വാസമല്ല, വമ്പൻ ആശ്വാസമാണ്. അത് സോളാർ വേലി കേട്ടോ. ഇത് വേലിയാണ് കേട്ടോ, ഇതിപ്പം വെച്ച വേലിയാണല്ലോ. ഇതൊക്കെ സോളാർ വേലിയാണ്. അപ്പോൾ ഇതുവഴിയുള്ള യാത്രക്കാർക്ക് കിട്ടിയത് ഭയങ്കര വലിയ ആശ്വാസമാണ്. ഈ തുരങ്കപാത വന്നതോടുകൂടി വർഷങ്ങൾ ഏകദേശം 10 ഇതായിട്ട് ഓർമ്മയില്ല, അത്രയും വർഷം പണിയുണ്ടായിരുന്നു. കുറേ വർഷം എന്തൊക്കെ പ്രശ്നങ്ങൾ മുടങ്ങി കിടന്നതാണ് കുതിരാൻ തുരങ്കം. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അതിന് മുമ്പ് ഇത്രയും വാഹനങ്ങൾ കൊച്ചിയിലോട്ട് പൊയ്ക്കൊണ്ടിരുന്ന, കൊച്ചി തൃശ്ശൂർ പാലക്കാട് നിന്ന് തമിഴ്നാടിൽ നിന്ന് ഈ തൃശ്ശൂർ കൊച്ചി തിരുവനന്തപുരം ഭാഗങ്ങളിൽ പൊയ്ക്കൊണ്ടിരുന്ന റോഡാണ്. പക്ഷെ ഇപ്പോൾ ഈ റോഡ് ഇവിടം വരെ ഉള്ളു കേട്ടോ. അയ്യോ, അങ്ങ് വരെ പോകാമെന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടം വരെ ഉള്ള നന്നായി കേട്ടാ. അയ്യോ, ഇവിടെ ഇപ്പോൾ റോഡ് അവസാനിച്ചാ. ഇത് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടാ. ഈ ഇടയ്ക്ക് ഞാനിപ്പം കുതിരാൻ തുരങ്കം വന്നതിന് ശേഷം പിന്നെ ഇതുവരെ പോയിട്ടില്ല. അയ്യയ്യോ, ഇവിടെ ഒരു ഡെഡ് ഉണ്ട്. ഇനി നമ്മളിവിടെ വയ്ക്കുന്നത്, ഇവിടെയാണ് ആ റോഡ് വന്ന് കയറുന്നത്. കുറച്ച് ഭാഗമേ ഉള്ളൂ, ഒരു 200 മീറ്റർ. അപ്പോൾ ഇതുവഴി വാഹനം കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവരിപ്പോൾ എന്തിനാ ഇങ്ങനെ ചെയ്തത് അറിയാൻ വയ്യാട്ടോ.
എന്തോരം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നല്ലേ, എന്തോരം ഓർമ്മകൾ. ഇതുവഴി സ്ഥിരം യാത്ര ചെയ്തവർക്ക് എന്തോരം ഓർമ്മകളുള്ള സ്ഥലമാണ്. എന്തോരം ചില സമയങ്ങളിൽ മണിക്കൂറുകളോളം ബ്ലോക്കിൽ കിടന്ന റോഡാണ്. ഇവിടെ സോളാർ കമ്പി വേലിയൊക്കെ ഉണ്ട് കേട്ടോ, ഫെൻസിങ് ഒക്കെ ഉണ്ട്. സോളാർ പവർ ഫെൻസ് ആണ്. ഇനി താമരശ്ശേരി ചുരം ഇതേപോലെ അവിടെയും തുരങ്കപാത വരുന്നെന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രാഥമിക പഠനങ്ങളൊക്കെ നടന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. അവിടെ ഇതേപോലെ തുരങ്കപാത വന്നാൽ അത് ചരിത്രമാണ്. ഇതേപോലെയൊന്നും അല്ലല്ലോ താമരശ്ശേരി നേരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പിന്നെ അത് ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാത്രമായിട്ട് മാറും താമരശ്ശേരി ചുരം. മറ്റു വാഹനങ്ങളൊക്കെ തുരങ്ക റോഡിൽ കൂടെ പോകും. അത് ഭയങ്കര വലിയ ഒരു മാറ്റമായിരിക്കും. അതും എത്രയും പെട്ടെന്ന് വരട്ടെ. ഇതേപോലെ വർഷങ്ങളോളം 10 വർഷത്തിന് മേലെയൊന്നും പണി 10 വർഷത്തിന് മേലെ ഒന്നും പണിഞ്ഞുകൊണ്ടിരിക്കാതെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ 2-3 വർഷത്തിനുള്ളിൽ പണി വളരെ പെട്ടെന്ന് തീർക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്തെ റോഡിലെ നിങ്ങളുടെ അനുഭവങ്ങൾ ബ്ലോക്കിൽ കടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ റോഡിൽ വിട്ടാൽ നിങ്ങളുടെ നല്ല അനുഭവങ്ങൾ ചെയ്യുക. ഇനി നമുക്ക് തുരങ്കപാതത്തിലെ കാഴ്ചയും കൂടെ കണ്ട് അവസാനിപ്പിക്കാം. നമ്മളങ്ങനെ കുതിരാൻ തുരങ്കത്തിലേക്ക് കയറാൻ പോവുകയാണ്. കണ്ട, അപ്പോൾ ഒരു തുരങ്കത്തിൽ കൂടെ മാത്രമാണ് വാഹനങ്ങൾ കയറ്റി വിടുന്നത്. മറ്റേ തുരങ്കത്തിൽ എന്തോ മെയിൻ്റെനൻസ് വർക്കാണ്. കുറച്ച് ദിവസം ആയല്ലേ ഇതിങ്ങനെ അടച്ചിട്ടിട്ട്. ഇത് എന്നത്തേക്കുമായിട്ട് അടച്ചിടുമോ? അങ്ങനെയൊന്നും ചെയ്യല്ലേ. വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ കുട്ടിയാ കുതിരാൻ തുരങ്കം. നമുക്ക് നിങ്ങൾ നശിപ്പിക്കരുത് കേട്ടോ. അവിടെ വലിയ രീതിയിലുള്ള വർക്ക് നടക്കുകയാണല്ലോ. എന്ത് പറ്റിയുടെ ഇടിഞ്ഞങ്ങനെ വീണോ അത്? അത് സാധാരണ ഉള്ള ഒരു മെയിൻ്റെനൻസ് വർക്കാണ്. നമ്മളങ്ങനെ കുതിരാൻ തുരങ്കത്തിലേക്ക് കയറുകയാണ്. കോൺക്രീറ്റ് റോഡാണ് കേട്ടോ.